അഡ്വക്കേറ്റ് സി ഷുക്കൂർ വക്കീലും ആ നിലയിൽ തന്നെ ഈ ഒരു പ്രശ്നത്തെ കാണുന്നുണ്ടോ? പ്രത്യേകിച്ച് ഈ ഗൂഢാലോചന, കുറ്റകൃത്യം ചെയ്യുന്നതിലെ പ്രതികളുടെ ഗൂഢാലോചന, അതുപോലെ തന്നെ കൂട്ടബലാത്സംഗം എന്നതുപോലെയുള്ള ഹീനമായ കുറ്റകൃത്യങ്ങൾ ക്രിമിനൽ ആക്ട് അത് കൃത്യമായി തെളിഞ്ഞ കേസാണ്. നോക്കൂ, ആ കേസിൽ തന്നെ ഷുക്കൂർ വക്കീൽ ഇതിലെ ഒന്നാം പ്രതി പൾസർ സുനി, അയാളുടെ ക്രിമിനൽ പശ്ചാത്തലം, അയാളുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും ഇന്ന് കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയ ആ പശ്ചാത്തലത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, കോടതി തന്നെ പറയുന്നുണ്ട്. എന്നിട്ടും നോക്കൂ, ഇതുപോലെ രാജ്യത്തെ ആദ്യത്തെ കൊട്ടേഷൻ റേപ്പ്, പക്ഷേ ഇതിലെ ഒന്നാം പ്രതി ഏതാണ്ട് ഒരു 13-12, നേരത്തെ സാലിം മുഹമ്മദ് പറഞ്ഞൊരു 12, പരമാവധി 13 വർഷത്തിനുള്ളിൽ കോടതിയിൽ നിന്ന് പുറത്തു വരാൻ പോവുകയാണ്. അവിടെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ ആ വലിയ നിരാശയും ആ വിധിയിലുള്ള വിയോജിപ്പും ഒക്കെ നമ്മൾ കണ്ടത്. ഷുക്കൂർ വക്കീൽ, നമ്മുടെ നിർഭയ സംഭവത്തിന് ശേഷം രാജ്യത്ത് മുഴുവൻ ജനങ്ങൾ തെരുവിലിറങ്ങിയതിൻ്റെ ഫലമാണ് ഈ 2013 ക്രിമിനൽ ഭേദഗതി നിയമം വന്നത്. IPC, CRPC, എവിഡൻസ് ആക്ട് തുടങ്ങിയ ക്രിമിനൽ നിയമങ്ങളിലൊക്കെ ബർമ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 376D എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തത്. നേരത്തെ മറ്റ് ക്രിമിനൽ ഒഫൻസ് കുറ്റകൃത്യങ്ങളിൽപ്പെട്ടാൽ, ഇപ്പം നമ്മൾ 4-5 പേര് ചേർന്ന് ഒരാളെ അടിച്ചാൽ, അല്ലെങ്കിൽ 6-7 പേർ ചേർന്ന് ഒരാളെ കൊന്നാൽ, അത്തരം കേസുകളിലൊക്കെ ഈ കൂട്ടപ്രതികൾക്ക് ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേക വകുപ്പുകൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലുണ്ട്. നേരത്തെ IPCയിൽ 304, 149 തുടങ്ങിയ വകുപ്പുകളൊക്കെ ചേർത്തിട്ടുണ്ട്. അവർക്ക് പൊതുവായ താല്പര്യം വേണം, കോമൺ ഇൻറ്റൻഷൻ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ റേപ്പ് കേസിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സ്ത്രീയെ ഒന്നിൽ കൂടുതൽ പേർ ചേർന്ന് ലൈംഗികമായി ആക്രമിക്കുന്ന സമയത്താണ് റേപ്പ് വരുന്നത്. ആ റേപ്പിൻ്റെ ഡെഫിനിഷൻ പോലും 375 പ്രകാരം വളരെ വലിയ തോതിൽ മാറ്റം വരുത്തിയിട്ടാണ് ഈ 2013 ക്രിമിനൽ ഭേദഗതി നിയമം വന്നത്. അപ്പം അങ്ങനെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാലാണ് മിനിമം അവർക്ക് ഏറ്റവും ചുരുങ്ങിയ ശിക്ഷ എന്ന് പറയുന്നത് 20 വർഷമാണ്. അത് നമ്മുടെ പാർലമെൻറ്റ് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്താനുള്ള കാരണം, പാർലമെൻറ്റ് ലോകത്തെല്ലാ പാർലമെൻറ്റുകളും ശിക്ഷാവിധികളെക്കുറിച്ച് കൃത്യമായ ചർച്ച നടത്തിയിട്ടാണ് തീരുമാനമെത്തുന്നത്. അത് എക്സ്പേർട്സായ ആൾക്കാർ നിയമം ഡ്രാഫ്റ്റ് ചെയ്ത് പാർലമെൻറ്റ് അംഗങ്ങൾക്ക് അത് അവതരിപ്പിച്ച് പാർലമെൻറ്റ് അംഗങ്ങൾ തമ്മിൽ സംസാരിച്ച് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുകയാണ്. അങ്ങനെ തീരുമാനത്തിലെത്തുമ്പോൾ സമയത്ത് ഏറ്റവും ചുരുങ്ങിയ ശിക്ഷ കാലാവധി 20 വർഷമാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നിൽ കൂടുതൽ ആൾ, അതായത് 2 പേർ പങ്കെടുത്ത സാധാരണ നിലയിൽ റേപ്പ്, ഞാൻ സാധാരണ നിലയിൽ റേപ്പ് എന്ന് പറയുന്നത് ആ കുറ്റകൃത്യത്തെ ലഘുവായി കാണിക്കാനല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. സാധാരണ നിലയിൽ റേപ്പ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ ഒരു സ്ഥലത്ത് താമസിക്കുന്നില്ല, അവരുടെ വീട്ടിലുള്ള സമയത്ത് 2 പേർ പോയി ചേർന്ന് അവരോട് കീഴ്പ്പെടുത്തി ശാരീരികമായി ഉപദ്രവിക്കുന്നതിനാണ് സാധാരണ നിലയിൽ. അതിന് സാധാരണ എന്ന് പറയുന്നത് കുറ്റകൃത്യത്തെ ലഘുവാക്കാനല്ല. അങ്ങനത്തെ റേപ്പും ഓടുന്ന വാഹനത്തെ പിന്തുടർന്ന് ആ വാഹനത്തിലെ അവരെ പിടിച്ച് വലിച്ച് കയറ്റാൻ നോക്കി പരാജയപ്പെട്ടപ്പോൾ അവർ സഞ്ചരിക്കുന്ന കാറിൽ കയറി അവരെ മൃഗീയമായി 2 മണിക്കൂർ ഉപദ്രവിച്ച് അത് മുഴുവൻ വീഡിയോയിലെടുത്ത ഒരു കുറ്റകൃത്യത്തെയും സാധാരണ നമ്മൾ പറയുന്ന ഗാങ് റേപ്പിനെയും ഒരുപോലെ കാണുന്ന ഒരു മനോഗതി ഒരു ജുഡീഷ്യൽ ഓഫീസർക്ക് ഉണ്ടാകുന്നത് അത്യന്തം വേദനാജനകവും ഖേദകരവുമാണ്. ജനം എന്ത് പറയുന്നതോ ജനക്കൂട്ടത്തിൻ്റെ ആരവം കൊട്ടിട്ടോ ഒരു കോടതിക്ക് ശിക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ കോടതിന് മുമ്പാക്കിയുള്ള വസ്തുത നിഷേധിച്ചുകൊണ്ട്, വസ്തുത കാണാതിരുന്നു കൊണ്ട് ഒരു കോടതി ശിക്ഷ വിധിക്കുന്നത് നമുക്ക് വലിയ ആശങ്ക ഉണ്ടാക്കേണ്ട കാര്യമാണ്. ഇതാദ്യത്തെ, ഞാൻ കുറച്ച് നാൾ മുമ്പാണ് പാലത്തായിലെ പപ്പൻ എന്ന് പറയുന്ന BJP നേതാവിനെ തലശ്ശേരിയിലെ പോക്സോ കോടതി മരണം വരെ ജീവപര്യന്തത്തിന് ശിക്ഷിച്ചത്. ആ കേസ് നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിലെ ഒരു 200 വർഷം പഴക്കമുള്ള തലശ്ശേരി കോടതിയിലെ ഒരു വിധിന്യായം നമ്മുടെ മുമ്പിലുണ്ട്. ആ വിധിന്യായം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു വിക്ടിമിന് അനുകൂലമായി നിയമത്തെ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് അനീതിയല്ല. ദുർബലനായ മനുഷ്യനും ശക്തനായ മനുഷ്യനും ഒരു നിയമത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ തീർച്ചയായും നിയമം എന്ന് പറയുന്നത് ആ ശക്തനായ ആളെ കൂടെ നിൽക്കുകയല്ല ചെയ്യേണ്ടത്, ദുർബലനായ മനുഷ്യൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അതാണ് നീതി, അതാണ് ലോകം, അതാണ് ലോകത്ത് മുഴുവൻ മനുഷ്യത്വമുള്ള ആൾക്കാരും ആഗ്രഹിക്കുന്നത്. ഇവിടെ തലശ്ശേരി പോക്സോ കോടതി മരണം വരെ ജീവപര്യന്തം ആ മാഷ്ക്ക് ശിക്ഷ വിധിക്കുന്ന സമയത്ത് കേരളത്തിലെ ജുഡീഷ്യൽ ഓഫീസർമാർ അവർ എത്രമാത്രം സെൻസിറ്റീവാണ്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ എത്രമാത്രം ഉയർന്ന ബോധമുള്ളവരാണെന്നതിൻ്റെ മികച്ച ഉദാഹരണമായിട്ട് നമുക്കൊക്കെ തോന്നിയിരുന്നു. ഈ കേസിൽ കുറ്റക്കാരായി കാണുന്നത്, ഈ 6 പേരെ കുറ്റക്കാരായി കാണുന്നത് പോലും അവർ
ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഓഫീസർ ഏത് അർത്ഥത്തിലാണ് കണ്ടതുപോലെ ഇപ്പോൾ ജഡ്ജ്മെൻറ്റ് പൂർണ്ണമായും കിട്ടിയിട്ടില്ല. എങ്ങനെയാണ് ഇപ്പം ബഹുമാനപ്പെട്ട നേരത്തെ പിന്നെ സംസാരിച്ച വക്കീൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ അവർ കുറേ കാലം പ്രോസിക്യൂട്ടറായിരുന്ന ആളാണ്. പ്രോസിക്യൂട്ടറായിരുന്ന ആൾക്കാർക്ക് അറിയാം എല്ലാ കുറ്റകൃത്യം കോടതി ഫൗണ്ട് ഗിൽറ്റി, കുറ്റം ചെയ്തു എന്ന് കാണുന്ന ഘട്ടം വരെ ഈ പ്രതിയാക്കപ്പെട്ടയാൾ പൂർണ്ണമായി നിഷേധിക്കും. കുറ്റകൃത്യത്തിൽ അവർ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, അത് ഫൗണ്ട് ഗിൽറ്റി, അവർ കുറ്റകൃത്യം ചെയ്തു എന്ന് കണ്ടാൽ ഉടനെ പ്രതിഭാഗം പറയുന്ന സംഗതി, വീട്ടിൽ എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, ആരുമില്ല. അച്ഛനെ കൊന്നയാളും പറയും അമ്മ ഒറ്റയ്ക്ക് വീട്ടിലുള്ളൂ എന്ന്. അപ്പോൾ ആ ഒരു സമീപനം നമുക്കറിയാം. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യണം. ഈ വിക്റ്റിമായ ആൾ അനുഭവിച്ച വിഷമം എത്രയാണ്, എത്ര ആഴത്തിലാണ് ഈ കുറ്റകൃത്യം അവരെ മുറിവേൽപ്പിച്ചത്, അവരുടെ ജീവിതത്തെ എങ്ങനെയാണത് മാറ്റിമറിച്ചത്, അവരുടെ കാഴ്ചപ്പാടിനെ എങ്ങനെയാണ് മാറ്റിമറിച്ചത്. ഒരു സ്ത്രീ ജീവിതത്തിൽ നേരിടാവുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യം ഇന്ത്യൻ സാഹചര്യത്തിൽ അല്ല ലോക സാഹചര്യത്തിൽ പോലും റേപ്പാണ്. റേപ്പിന് തുല്യമായ ഒരു കുറ്റകൃത്യവും ഒരു സ്ത്രീക്കെതിരെ നടത്താനില്ല എന്ന് ജസ്റ്റിസ് കൃഷ്ണയ്യർ മുതൽ ഏറ്റവും അവസാനം നമ്മുടെ മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് സാർ വരെ നിരവധി വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് നേരെ നൽകാവുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് റേപ്പ് എന്ന് പറയുന്നത്. അവരുടെ മനസ്സിനെ, ശരീരത്തെ, അവർക്ക് ആത്മാവുണ്ടെങ്കിൽ ആത്മാവിനെ, അവരുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളെയും അത് ആഴത്തിൽ ബാധിക്കുന്നൊരു സംഗതിയാണ് റേപ്പ്. ആ കുറ്റകൃത്യത്തെ അതും ഓടുന്ന വാഹനത്തിൽ അവരതിഭീകരമായ രീതിയിൽ റേപ്പ് ചെയ്ത് അത് വീഡിയോ ചിത്രീകരിച്ച്, നമ്മളൊരു റേപ്പ് എന്ന് പറയുന്ന കുറ്റകൃത്യത്തെ നമ്മൾ ഒരാളുടെ ലെസ്റ്റ് അല്ലെങ്കിൽ ഒരാളുടെ തോന്നിയാസം എന്ന് പറയുന്നതിനപ്പുറത്ത് ഇവിടെ വേറൊരാൾക്ക് വേണ്ടി 1.5 കോടി രൂപ കൊട്ടേഷൻ വാങ്ങിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ കൊട്ടേഷൻ കൊടുത്ത ആളെ നേരത്തെ തന്നെ ജഡ്ജി ഒഴിവാക്കി. പിന്നെ എന്തിനാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത്? ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് ബഹുമാനപ്പെട്ട കോടതിയുടെ കസ്റ്റഡിയിൽ ഉണ്ടാകുന്ന സമയത്ത് ആരൊക്കെയാണ് കണ്ടത്? ആ കണ്ടവരോട് എന്ത് രീതിയിലാണ് എക്സ്പ്ലനേഷൻ ബഹുമാനപ്പെട്ട നമ്മുടെ ജുഡീഷ്യൽ ചോദിച്ചത്? ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിലുണ്ട്. അത്തരമൊരു ഘട്ടത്തിലാണ് ഏറ്റവും ചുരുങ്ങിയ ശിക്ഷയിലേക്ക് കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തി കുറക്കുന്ന കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം കുറക്കുന്ന രീതിയിൽ ഒരു ജില്ലാ ജഡ്ജ് വിധി പറയുന്നത് തീർച്ചയായും വലിയ തോതിൽ നമ്മുടെ സംസ്ഥാനത്ത് ജീവിക്കുന്ന സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കയുണ്ടാക്കുന്നതാണ്. ഇത് നമ്മൾ നിസ്സാരമായി കാണേണ്ട കാര്യമല്ല, അതീവ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട സംഗതിയാണ്. ജുഡീഷ്യറി നമുക്ക് വിമർശിക്കാൻ പാടില്ലെങ്കിലും വിധിന്യായത്തെ രൂക്ഷമായി വിമർശിക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ പൗരനും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.